നമസ്കാരം. തിരുവല്ലയിൽ 40ഓളം കുടുംബങ്ങൾ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴി റെയിൽവേ അടച്ചു. കുറ്റപ്പുഴയിൽ നിന്ന് ചീപ്പ് ഭാഗത്തേക്ക് റെയിൽവേ പാലത്തിന് സമാന്തരമായി പോകുന്ന ബാലവിഹാർ റോഡാണ് വ്യാഴാഴ്ച ഉച്ചയോടെ റെയിൽവേ ഉദ്യോഗസ്ഥരെത്തി ഇരുമ്പ് കുറ്റി സ്ഥാപിച്ച് അടച്ചത്. പ്രദേശവാസികളുടെ ഏക യാത്രാമാർഗമാണിത്. 4 കിടപ്പ് രോഗികളും ഇവിടുത്തെ വീടുകളിലുണ്ട്. ഓട്ടോയും കാറും പോയിരുന്ന വഴി അടച്ചതോടെ ഇനി നടന്നു മാത്രമേ ഇതുവഴി പോകാൻ കഴിയുകയുള്ളൂ. 150 മീറ്ററോളം നീളമുള്ള വഴി റെയിൽവേ പാലത്തിന് സമാന്തരമായിട്ടാണ് പോകുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ഒരു അപകടം ഉണ്ടായ ചരിത്രങ്ങളില്ല. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 10-70 വീട്ടുകാർ ഇവിടെ താമസമുണ്ട്. കിടപ്പ് രോഗികളായിട്ടുള്ള അനവധി മാതാപിതാക്കളുണ്ട്. അതുകൊണ്ട് ഇത് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഈ വലിയൊരു വിട്ടുവീഴ്ച ഇവിടെ നിന്നുണ്ടാകണം. കാരണം ഞങ്ങൾ ഇത്രയും വീട്ടുകാർക്ക് നടക്കേണ്ടതാണ്. ഈ സൈഡ് വഴി ഒരു ബാരിക്കേഡ് കെട്ടുകയാണെങ്കിൽ ഏറ്റവും സൗകര്യമാണ്. ഒരു അപകടവും ഇതുവരെ ഉണ്ടായ ചരിത്രങ്ങളില്ല. ഇത് പെട്ടെന്ന് വന്ന് ഇത് ഞാൻ മൊത്തം അടയ്ക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു 35 വീട്ടുകാർ 35 കൂടുതൽ ആൾക്കാരുണ്ട്. അവരിപ്പോൾ അത്രയും പേര് എത്തിയിട്ടില്ലെങ്കിലും പുറത്തൊക്കെ ജോലിക്ക് പോയിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഒരു 10-75 വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. ഇതുവരെ ഈ വഴിയിൽ നിന്ന് ഒരു അപകടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ 2 വീലർ ചെറിയ വണ്ടികളെ ഞങ്ങൾ ഇറക്കിക്കൊണ്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഈ വഴി ഞങ്ങൾക്ക് വീണ്ടും ഉപയോഗമാക്കി തരാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ഈ തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ 37-ാം വാർഡിൽ കുറ്റപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള ഈ താഴെ കാണുന്ന ഈ വഴിയാണ്, ഇത് റെയിൽവേ ട്രാക്കിന് പാരലായിട്ട് പോകുന്നൊരു വഴിയാണ്. വേറെ വഴിയൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ ഇപ്പം റെയിൽവേ വിഭാഗം രാവിലെ വന്നിട്ട് ഏകപക്ഷമായിട്ട് ഇതങ്ങ് അടച്ചിക്കുകയാണെന്നുള്ളൊരു ഞങ്ങൾ അന്നേരം MLA ആയിട്ടും മെമ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു 2 ദിവസത്തെ നിങ്ങൾക്ക് സാവകാശം തരാം, നിങ്ങൾ അതിനെന്താണെന്ന് വെച്ചാൽ MBO എല്ലാം കണ്ട് ഇതിനെന്തെങ്കിലും ഇളവൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരു ഇത് നിൽക്കുകയാണ്. വേറെ വഴി ഞങ്ങൾക്കില്ല. വേറെ ഇത്രയും നല്ല വീടുകളൊക്കെ ഉണ്ട്. ഒരു 30-30 വീടുകളുണ്ട് ഇവിടെ. പ്രായമായവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കാനോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഗ്യാസൊക്കെ വേണം, ഗ്യാസ് വണ്ടിയൊക്കെ വേണം. അപ്പോൾ ഈ വഴി തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ അത് എന്തെങ്കിലും അതിനൊരു ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ റെയിൽവേക്കാർ തന്നെ പറയുക. അവർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്കും പ്രയോജനമില്ലാത്ത രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ ഫെൻസിങ് ഇതിപ്പം കഴിഞ്ഞ ദിവസം വർക്കലയിൽ റെയിൽവേ പാളത്തിലേക്ക് ഓട്ടോറിക്ഷ പഞ്ചായത്ത് വഴിയിലൂടെ കയറി അപകടമുണ്ടായതിനു ശേഷമാണ് സമാനമായ വഴികൾ അടയ്ക്കാൻ തീരുമാനിച്ചതെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ മാത്യു ടി തോമസ് MLA റെയിൽവേ അധികൃതരുമായി സംസാരിച്ചു. ഇപ്പോ റെയിൽവേയുടെ അധീനതയിലായ സംസ്ഥാന സർക്കാരിനായ റെയിൽവേയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു അപകടങ്ങളുണ്ടാകുന്നത് ഫെൻസിങ് പോലെ റോഡിന്റെ സൈഡിൽ പ്രശ്നം പരിഹരിക്കാനാവും. പണ്ടിന്റെ പ്രശ്നമാണെങ്കിൽ ഞാനോ ഒരു 1970 തൊട്ട് എനിക്കറിയാൻ കഴിയും. റെയിൽവേയുടെ സുരക്ഷിത കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത രൂപത്തിൽ ഉറപ്പാക്കുക. 1970 മുതൽ ഈ വഴി നാട്ടുകാർ ഉപയോഗിക്കുന്നതായി തനിക്കറിയാമെന്ന് മാത്യു ടി തോമസ് MLA റെയിൽവേ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. തുടർന്ന് ആന്റണി MPയുമായി ബന്ധപ്പെട്ടു. റെയിൽവേ പാളത്തിന്റെ സംരക്ഷണത്തിന് പാളത്തിനോട് ചേർന്ന് സുരക്ഷാ വേലി സ്ഥാപിക്കാനുള്ള ഫണ്ട് അനുവദിക്കാമെന്ന് MP ഉറപ്പ് നൽകി. വേലി സ്ഥാപിച്ചതിന് ശേഷം റോഡ് തുറന്നു നൽകാമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. നഗരസഭാ അംഗം അനു ജോർജ്, മുൻ അംഗം ഷിനു V. ഈപ്പൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു.